ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പടവലങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു മെഴുക്കുപുരട്ടി നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ കുരുവൊക്കെ മാറ്റിയിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ഓൾറെഡി കഴുകിയതാണ്. ഇനി ഇത് ഇതേപോലെ നീളത്തിൽ നല്ല നൈസായിട്ട് അരിയുക. അങ്ങനെ വട്ടത്തിൽ അരിയുകയാണെങ്കിലും നടു ഒന്ന് കീറിയതിന് ശേഷം വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർക്കാം കേട്ടോ. ഇപ്പോൾ പടവലങ്ങ പറഞ്ഞ ഇതുകൊണ്ട് നമ്മൾ സാധാരണ വെണ്ടയ്ക്ക അല്ലെങ്കിൽ മറ്റുള്ള വെജിറ്റബിൾസ് വെച്ചുണ്ടാക്കുന്ന പോലെ കുറേ അധികം വെറൈറ്റീസ് ആയിട്ടുള്ള കറികൾ അങ്ങനെ സാധാരണ ഉണ്ടാക്കാറില്ല. അങ്ങനെ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച കറി, അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ചോറിനുള്ള ഒഴിച്ചു കറികൾ, ഇങ്ങനെയൊക്കെ തന്നെ സാധാരണ കറികൾ മാത്രമേ ഇതുകൊണ്ട് ഉണ്ടാക്കാറുള്ളൂ. കടുക് പൊട്ടി വരുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. പിന്നെ 1-2 ഉണക്കമുളക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു സവാളയാണ് ചേർക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള സവാള അരിഞ്ഞതാണ് ഇപ്പോൾ ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. സവാള ഒന്ന് നിറം മാറിയിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് പടവലങ്ങ അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനൊക്കെ കുറച്ച് കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കാം. പൊതുവേ പടവലങ്ങയിൽ കുറേ മസാലകളൊന്നും ചേരില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള മസാല ചേർത്താലാണ് പടവലങ്ങ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമ്മൾ സാധാരണ ഉള്ള മെഴുക്ക് പുരട്ടി, തോരൻ, കറി, ചെറിയ അങ്ങനെ അധികം മസാല ഇല്ലാത്ത കറികൾ, അതൊക്കെ ആയിരിക്കും ഇതുകൊണ്ട് ഏറ്റവും ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. പിന്നെ ഇത് വേവാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൽ തന്നെ വെള്ളം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ വെജിറ്റബിളിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ട് അത് വേവുന്നതാണ് എപ്പോഴും അതിന് ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഏത് വെജിറ്റബിൾ വാങ്ങുമ്പോഴും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ വാങ്ങുകയാണെങ്കിൽ അതിൽ നല്ല വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. അത്ര ഫ്രഷ് അല്ലാത്തതാണെങ്കിൽ അതിലത്തെ ആ വെള്ളമൊക്കെ ഇങ്ങനെ ഉണങ്ങിയിട്ട്, അതായത് വെള്ളമൊക്കെ നഷ്ടപ്പെട്ടിട്ട് അതിങ്ങനെ ഉണങ്ങിയ പോലെ ആയിരിക്കും. അങ്ങനെയുള്ള വെജിറ്റബിൾ നമുക്ക് വേവിച്ചെടുക്കാനും കുറച്ച് പാടായിരിക്കും. ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുക. മുളക് പൊടി ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ ഏറ്റവും അവസാനം ചേർക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് ഒന്ന് തുറന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ വെജിറ്റബിളൊന്നും അത്ര കൂടുതൽ ഫ്രൈ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്കിത് ഗ്രേവി പോലെ ഉണ്ടാക്കണമെങ്കിൽ ഇതിലേക്ക് അവസാനം കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേഗം ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള പിന്നെ എന്താ പറയുക കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പച്ചമുളകായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അങ്ങനെ ചുവന്ന മുളക് അധികം ചേർക്കണ്ട. അവസാനം ഞാൻ 1-2 പച്ചമുളക് നെടുകെ കീറിയിട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റുക. അപ്പോൾ നിങ്ങൾക്കിത് ഉള്ളി വഴറ്റുമ്പോൾ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കേർഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ മോര് കറി, പുളിയുള്ള ഏത് കറിയുടെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ് അത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക് യു.